ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദംസ് കഫേ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാലഡാണ്, പീനട്ട് സാലഡ്. വീട്ടിലൊക്കെയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് പീനട്ട് സാലഡ് തയ്യാറാക്കുന്നത് നോക്കാം. സാലഡിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കപ്പലണ്ടി നമ്മളൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഇതപ്പം റോ കപ്പലണ്ടിയാണ്. നമ്മളിത് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എണ്ണയിൽ വറുത്തിട്ടോ ഒന്നുമില്ല. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മളിതൊന്ന് വേവിച്ചെടുക്കുന്നത്. ഞാനിവിടെ ആവി വന്ന ശേഷം വെയിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 3 വിസിൽ വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ 3 വിസിൽ എനിക്കിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. കുക്കറിൻ്റെ ആവി പോയ ശേഷം ഞാനിവിടെ തുറന്നിട്ടുണ്ട്. കപ്പലണ്ടി പാകത്തിനുള്ള വേവായിട്ടുണ്ട്. നമ്മൾ വളരെ കുറച്ച് അളവിൽ കപ്പലണ്ടി എടുത്തുകൊണ്ട് തന്നെ വേഗം തന്നെ ഇതിൻ്റെ ആവിയൊക്കെ മാറിക്കിട്ടും. അതിനുശേഷം നമുക്ക് ഇതിനകത്തുള്ള വെള്ളം അരിച്ച് കളഞ്ഞിട്ട് കപ്പലണ്ടി മാത്രമായിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്യാം. ഇനി നമുക്ക് സാലഡൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ബൗളിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇതൊരു ചെറിയ ക്യാരറ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് കോൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺ ഏകദേശം ഒരു അരക്കപ്പോളം തന്നെ നമ്മൾ ചേർക്കുന്നുണ്ട്. കോൺ ഒന്ന് സ്റ്റീം ചെയ്തെടുത്ത ശേഷമാണ് നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ടൊമാറ്റോ, അതിൻ്റെ സീഡൊക്കെ കളഞ്ഞിട്ടാണ് നമ്മളിതിനകത്തേക്ക് ചോപ്പ് ചെയ്ത് ചേർക്കുന്നത്. പിന്നെ ഒരു കുക്കുംബറിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അതും ചെറുതായിട്ട് അരിഞ്ഞത് ഇതിനകത്തേക്ക് ചേർക്കുവാണ്. ശേഷം നമ്മൾ ചേർക്കുന്നത് ഒരു ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ്. കൂടെ തന്നെ ഒരു ആപ്പിളിൻ്റെ പകുതിയും ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ആപ്പിളിന് പകരം നമുക്ക് ഇതിനകത്തേക്ക് പോമഗ്രാനൈറ്റ് ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. സാലഡ് സീസണിംഗ് ആയിട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, ആവശ്യത്തിന് ഉപ്പ്. ചില്ലി ഫ്ലേക്സ് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ നമുക്ക് ഉപയോഗിക്കാം. നാരങ്ങാനീര് 1 ടീസ്പൂൺ, 1-2 ടീസ്പൂൺ തേനും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത സീസണിംഗ് ഒക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടിയോ അല്ലെങ്കിൽ കുറച്ചോ ഒക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നമ്മൾ കപ്പലണ്ടി വേവിച്ചപ്പോൾ ഉപ്പിട്ടായിരുന്നു വേവിച്ചത്. അതുകൊണ്ട് രണ്ടാമത് ഉപ്പിടുമ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പീനട്ട് കോൺ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏതെങ്കിലുമൊക്കെ ഒരു നേരം സാലഡ് മാത്രമൊക്കെ കഴിക്കുന്നവരുണ്ടല്ലോ, അവർക്കൊക്കെ പറ്റിയ നല്ലൊരു സാലഡാണിത്. അപ്പോൾ വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സാലഡ് എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക്